ഈ സാധനത്തിൽ കൂടി ഇറങ്ങണ ചെറിയ വഴിയാണ്. ഇടുക്കിയിൽ നിന്നൊരു സുപ്രഭാതം. ഇത് നമ്മൾ ഇടുക്കിയിൽ സ്റ്റേ ചെയ്ത വീടിൻ്റെ തൊട്ട് ബാക്കിലേക്ക് നടക്കുന്ന ഒരു വഴിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും നമ്മുടെ കൺമുന്നിൽ നല്ല അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കാണുമ്പോഴേക്കും ആ ദിവസം ഫുള്ള് നമുക്ക് നല്ലൊരു എനർജിയൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ 5 മണിയായപ്പോൾ എണീറ്റതാണ്. ഡോറ് തുറന്ന് പുറത്തു നിന്നിട്ടാണെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, നല്ലൊരു ഇട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ വീണ്ടും അകത്തേക്ക് ഇരുന്ന് കുറച്ചൊക്കെ ഒന്ന് വെട്ടം വീഴാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണമായിരുന്നു. അങ്ങനെ ചെറിയൊരു വെട്ടം വീണെന്ന് തോന്നിയപ്പോഴേക്കും രണ്ടും കൂടി നേരെ ഡോറും തുറന്ന് പുറത്തേക്ക് കടന്നു. ശരിക്കും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ട്രക്കിങ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. കൃത്യം പറഞ്ഞാൽ സ്ഥലം പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, ഇങ്ങനെ ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഉടനെ തന്നെ പോകും. ഉറക്കം അത്ര ശരിയായിട്ടില്ല എൻ്റെ. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ നല്ല ചുമയൊക്കെ ഉണ്ട്, ചുമച്ച് ഉറക്കം തീർത്ത്. മലയുടെ താഴത്ത് ജസ്റ്റ് ഒരു വീടുണ്ട്, പിന്നെ അങ്ങോട്ടൊന്നും ഇല്ല എനിക്ക് തോന്നാം. ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാരുടെ വീട്. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങുക ഏലം, കുരുമുളക്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ പൂന്തോട്ടമാണ്. നമ്മൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഈ ചെടികൾ കണ്ടിട്ട് ഏത് ചെടിയാണ്, ഫ്ലവർ എന്താണ് ഒന്നും അറിയാൻ പാടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഒരു വഴിയാണ് നമുക്ക് വീട്ടിലേക്കുള്ള ഒരു എൻട്രൻസ്. ലെഫ്റ്റ് സൈഡിൽ ഏലവും കുരുമുളകും, റൈറ്റ് സൈഡിലും സെയിം ഐറ്റംസ് തന്നെ. അങ്ങനെ ഞങ്ങൾ നടുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും ഈ യാത്രയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇടുക്കിയിലാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു ഇമാജിൻ ഉണ്ടായിരുന്നു. ഒരു കൊച്ചു വീടും വീടിന് ചുറ്റും ഏലം, കുരുമുളക്, കുറച്ച് പൂന്തോട്ടം, അങ്ങനെയൊക്കെ ഒരു ആംബിയൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യത്തിനാണെന്ന് പറയാൻ പാടില്ല, ശരിക്കും അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ വന്ന് പോയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു, കാരണം ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ചുറ്റും നോക്കിക്കേ, ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. ചക്കയും മാങ്ങയും തേങ്ങയും വാഴ. ഒന്നിനും അവർക്ക് പുറത്തു പോകണ്ട. അല്ല, ഇത് വിൽക്കാൻ വേണ്ടി മാത്രം അവർക്ക് പുറത്തു പോകുന്നു. പച്ചക്കറി കൃഷി രണ്ടിലാണെങ്കിൽ ഞാനും സാധനം. പക്ഷെ പറയേണ്ട വേറെ കാര്യമില്ലേ, ക്ലൈമറ്റ് രക്ഷയില്ല. അതേ സൺറൈസ്. കുരുമുളക് കുരുമുളകല്ല, ഏലക്കയാണ്. വേറെന്താ സാധനം? ഏലക്ക പോലെ ഉണ്ട്, ചീത്തയെ പോലെ. ഇനി ഇത് പൊട്ടിച്ചാൽ അകത്തുനിന്നായിരിക്കും ഏലക്ക വരുന്നത്. പിന്നെ ഇവർക്കൊരു ഇതും കൂടെ ഉണ്ട്, ഗാർഡനിങ്. ഗാർഡനിങ് അടിപൊളിയാണ്. അത് രക്ഷയില്ലാത്ത ഗാർഡനിങ്. എവിടെ തിരിഞ്ഞാലും പോവാ. ഇവിടെ കൂടെ ഉണ്ടോ വഴി താഴത്തേക്ക്? ഇവിടെ കൂടെ ഇറങ്ങി നോക്കിയാലോ? ഗാർഡനിങ് കാണിച്ചു കൊടുക്കാം. തൊപ്പിക്കുട്ടാ, തൊപ്പിക്കുട്ടാ, വീഡിയോ എടുക്കാം. തൊപ്പിക്കുട്ടാ എനിക്ക് തന്നെയല്ലേ? ഇയാള് പല്ലൊക്കെ തേച്ച് എനിക്ക് രാവിലെ തന്നെ ഒരു അഡ്വഞ്ചർ റൈഡ്, അതും ആമപ്പാറയിലേക്ക്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി രാവിലെ വന്നത് 2 ജീപ്പുകളാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ ആളിച്ചിരി കൂടുതലാണ്, 14 പേരുണ്ട്. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചങ്ങ് റെഡിയായി നല്ല ഫ്രഷ് ആയിട്ട് അങ്ങ് പോകാൻ നിൽക്കുക. ഇങ്ങനെ റൈഡൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് സീറ്റ് മുഖ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പോയി പിടിച്ചത് ഫ്രണ്ട് സീറ്റാണ്. അങ്ങനെ ഫ്രണ്ട് സീറ്റിൽ കയറിയപ്പോഴേക്കും അവർക്കും എൻ്റെ കൂടെ തന്നെ ഫ്രണ്ടിൽ കയറണം.
അങ്ങനെ ഞാൻ മാറിക്കൊടുത്ത് അവർക്ക് ഫ്രണ്ട് സീറ്റാക്കി കൊടുത്ത് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഒരു ചിൽ മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കൂടി പോകാനായിട്ട്. ഇനി ഓരോരുത്തരായിട്ട് അറിയിക്കാം. അങ്ങനെ ഞങ്ങൾ ആമപ്പാറയിലേക്ക് എത്തി. സമയം ഒരു 7:30 ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെട്ടമൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇത് മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് താഴത്തേക്കൊക്കെ നോക്കുമ്പോഴേക്കും. ഇത് ഞങ്ങളുടെ ടൂറിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഫുള്ള് വാഗമണ്ണ് ഫുള്ള് കറക്കം പറഞ്ഞു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ രാമക്കൽമേട് കയറി കുറുവനെയും കുറുവത്തിനെയൊക്കെ കണ്ട് അവിടെ ഒരു വേഴാമ്പലി അതെല്ലാം കണ്ട് ഞങ്ങൾ രാമക്കൽമേട് തന്നെ കുറച്ചപ്പുറം മാറിയിട്ട് ഒരു ഹോം സ്റ്റേ ആണ് എടുത്തിരുന്നത്. അങ്ങനെ ഹോം സ്റ്റേയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ആ സെക്കൻഡ് ട്രിപ്പ് രാവിലെ തന്നെ ഒരു അഡ്വഞ്ചർ റൈഡൊക്കെ പിടിച്ച് വരിക. ഇതൊരു ആമയുടെ ഒരു സ്റ്റാച്ചു ആണ്. കാര്യം ആമപ്പാറ എന്നാണല്ലോ പേര്, അതുകൊണ്ടൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ആമപ്പാറ കാണാൻ വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. രാവിലെ എനിക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പേടിക്കൊന്നും വേണ്ട, നടന്നു. ആ സൈഡിൽ കൂടെ ഇറക്കേ. ചെറിയ വഴിയാണ്, ഗുഹയിൽ കൂടി ഇറങ്ങണം. ആമപ്പാറ ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. ഇരുട്ടൊന്നുമില്ല, അങ്ങോട്ട് ഇഷ്ടം പോലെ. ഇത് മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു സ്റ്റൈൽ സാധനമാണ്. താമരപ്പാറ, സോറി ആമപ്പാറ. ഒരു ഇത്തിരി വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടി കഴിഞ്ഞാൽ പെട്ടു. എന്തേലും മണ്ണുള്ളതാണെങ്കിൽ പോരും.
എല്ലാരും പോരും, ഇനി ഇറങ്ങി പോന്നാ മതി. ഇറങ്ങിപ്പോരി ശരി പോന്നാ മതി. നമ്മുടെ ആമേർ ഷേപ്പുള്ള പാറ കേട്ടോ, അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോ അവിടെ ഇറങ്ങുക. അതിനോട് പോയി പിടിച്ചെടുത്ത് നടക്കുമോ? പിള്ളേരെ അവർക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ അപ്പുറത്ത് നോക്കാം. കുഴപ്പമില്ല. അല്ല ഞങ്ങളുടെ ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിക്കല്ലായിരുന്നു ഇവനെ ഇറക്കട്ട അപ്പച്ച എന്നാ ഇവനെ ഇവിടെ വന്നി നീയൊക്കെ കളന്നിട്ട് വേണം എന്റെ മകനാക്കി തരാൻ. ദേവസ്ഥയപ്പ് പറയണേ ഞാനിനി ഇവിടെ കിടക്കാം. ആ കല്ലല്ലേ കമ്മന്ന് കയറുന്നേ, ഓടേക്കത്തില്ല. ആ കല്ല കമ്മന്നായിരുന്നു. തിരിഞ്ഞു വാ. ആ കമ്മന്നേർന്ന് വരും. ആ അത്ര ഫ്രണ്ടിലേക്ക് വരും. ആ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആമപ്പാറയിലെ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. മെയിൻ വ്യൂ പോയിന്റ് അല്ല, മെയിൻ വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ നിന്നൊരു 1-2 കിലോമീറ്റർ ട്രാക്ക് ചെയ്ത് പോകാനൊക്കെ ഉണ്ട്. ഇത് ആമപ്പാറയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നൊരു സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റുന്നൊരിതാണ്. കുറച്ച് സ്റ്റെപ്പല്ല, സ്റ്റെപ്പ് കുറച്ച് കൂടുതലുണ്ട്. നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് കറങ്ങിയാണ് നമുക്ക് മുകളിലേക്ക് എത്തുന്നത്. പക്ഷേ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാനൊക്കെ പറ്റും. മെയിനായിട്ട് ആമപ്പാറയുടെ ഒരു ഫുൾ ഷേപ്പ് നമുക്ക് വ്യൂ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇത് ഈ കാണുന്നതാണ് ആമപ്പാറ. ശരിക്കും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ, ഇത് ആമയുടെ ഒരു ഷേപ്പൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആമപ്പാറ എന്നുള്ള പേര് വന്നതെന്നൊക്കെ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ആമപ്പാറയുടെ അകത്തൂടി കയറി കഴിഞ്ഞാൽ ആമേനെ പോലെ ഇഴഞ്ഞേ നമുക്ക് പുറത്ത് കിടക്കാനായിട്ട് പറ്റത്തുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ വീണ പേരാവാം, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഞങ്ങളുടേതായ ഒരു ലോകത്തിലൂടെ ഇങ്ങനെ തോളത്തേക്ക് ഇട്ട് ഓരോ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ്. ഒരു മിഥുനം സ്റ്റൈൽ ഹണിമൂൺ എന്നൊക്കെ പറയാം. ശരിക്കും ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ട്രിപ്പിലേക്ക് ഞങ്ങൾ പോയപ്പോഴേക്കും ബോറിംഗ് ആയിരിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഒട്ടും ബോറില്ലായിരുന്നു, നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ട്രക്കിംഗ് ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രക്കിങ്ങിന് പോകുന്നത്, അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ മെയിൻ വ്യൂ പോയിൻറ്റിലേക്ക് എത്താറായിട്ടുണ്ട്. സമയം ഒരു 9 മണി ആയിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ വന്ന്, എങ്കിലും നമുക്ക് ആ വെയിൽ കൊള്ളുമ്പോഴേക്കും ചൂടൊന്നുമില്ല. മലയുടെ അത്രയും മേളിൽ നിൽക്കുന്നതോടെ നമുക്ക് തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആമപ്പാറ കഴിഞ്ഞിട്ട് നേരെ അടുത്തത് വ്യൂ പോയിന്റ്. ഒരു 10-200 മീറ്ററുള്ള നടത്തമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ദൂരം കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങളുടെ ഡ്രൈവർ നല്ല അടിപൊളി ഡ്രൈവറാണ്, കിടിലൻ ചേട്ടൻ. സ്വർഗം കണ്ടൊരു ഫീലായിരുന്നു. ഓഫ് റോഡൊക്കെ നല്ല പുഷ്പം പോലെ ഓടിക്കുന്നുണ്ട്. 200 മീറ്റർ എന്ന് പറഞ്ഞിട്ട് സ്ഥലം കാണിച്ചു തരാം. അവിടം വരെ നടക്കണം. ഇത് കണ്ടിട്ട് 1 കിലോമീറ്റർ കൂടുതലുണ്ട്. പക്ഷെ നമ്മള് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു വരുമ്പോ നമ്മൾ നടത്താറിയില്ല. അത്രയും അടിപൊളിയായ സ്ഥലം. പോരാതിന് രാവിലെ കൂടി ആയതുകൊണ്ടല്ലേ, ചൂടുമില്ല, നല്ലൊരു തണുത്ത കാറ്റും. അതിന്റെ ഒപ്പത്തില് നടപ്പൊരു നമ്മള് തുള്ളി വേർക്കത്ത് പോലും ഇല്ല. ഇതിപ്പോ ഇറക്കം ഓക്കെയാണ്, ഇനി കയറ്റമാണ് കുറച്ചുകൂടി പാടാകാൻ പോണത്.
വ്യൂ കണ്ടു കഴിയുമ്പോഴേക്കും മിക്കവാറും വെയിലാകും. ഉറപ്പല്ലേ? തിരിച്ചിരുമ്പോ നല്ല കാന വെയിലായിരിക്കും. നമ്മള് മറ്റേ കാറ്റാടിക്കട പോയി ഓർമ്മ, അതും സെയിം ഇതേപോലെയൊക്കെ തന്നെയുള്ള നല്ല രസമല്ല. പക്ഷെ അത്രയും കുത്തനെയുള്ള കയറ്റില്ല, ഇത് ജീപ്പ് ഉള്ളതുകൊണ്ടിട്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ അവിടെ ജീപ്പിന് പോയിരുന്നെങ്കിൽ നമുക്ക് കയറ്റം ഫീൽ ചെയ്യത്തില്ല. നല്ല നല്ല വഴികളിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്ക് ക്യാമറ പൊളി. അങ്ങനെ വ്യൂ പോയിന്റിലേക്ക് എത്തി. വ്യൂ പോയിന്റിൽ നിന്നുള്ളൊരു കാഴ്ച. അതൊക്കെ കൃഷിയാന്ന് തോന്നുന്നു. അവിടെ കൃഷി എന്തോ ചെയ്യുന്നുണ്ടെന്നാണ്. കമ്പന്തേനെന്ന് പറയുന്ന സ്ഥലത്തിന്. അത് റോഡാ. ബോഗൺവില്ലയൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുന്ന നോക്കിയേ, അതും ഡബിൾ ഷീഡ്. ബോഗൺവില്ല ഇല്ലേ, ഇത് കമ്പന്തേനി. ബോഗൺവില്ല ഡബിൾ ഷീഡ് ഒക്കെ ഇവിടെ കാട്ടി പിടിച്ചിരിക്കും. നമ്മുടെ ഈ ഓപ്പോസിറ്റ് കാണുന്നത് തമിഴ്നാടിന്റെ ഈ രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥല പേര് മാത്രമുള്ളൂ കേരളത്തിന്റെ. അതായത് നമ്മുടെ ഈ രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലം കാണുന്ന അതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ വനവാസ കാലത്ത് സീതാദേവി അനുഷ്ഠ രാമലക്ഷ്മന്മാര് വന്നതിന് രാമന്റെ കാൽപാദം പതിഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ധനുഷ്കോടിക്ക് അവിടെ നിന്ന് ലങ്കയിൽ പോയെന്ന് പറയപ്പെടുന്നു. നമ്മുടെ തൊട്ട് താഴെ കാണുന്ന കടലായിരുന്നു പറയുന്നത്. ഒരു കടലുള്ളിൽ വലിഞ്ഞ് കരയായതാണ് കാണുന്നത്. ഇതങ്ങ് അതുണ്ട് നമ്മുടെ കണ്ടെത്താ ദൂരത്ത് ഈ ഒരു ലെവലിലാണ് കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ഇത് ക്ഷേത്രം രംഗനാഥൻ കോവിൽ എന്ന് പറയും. ഈ തൊട്ട് താഴെ കാണുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു വർഷത്തെ ഉത്സവം നടക്കും. ഒരു മലയാള മാസത്തിലെ കന്നിമാസത്തിലെ 5 ശനിയാഴ്ചയിൽ മാത്രം ഉത്സവം നടക്കും. അന്ന് മാത്രമേ പൂജ നേരം നടക്കുന്ന ക്ഷേത്രം. നമ്മുടെ റോഡിന് 2 സ്ഥലം കാണുന്ന മൊത്തം തെങ്ങ് തോട്ടങ്ങളാണ് കാണുന്നത്. ഇതുണ്ട് ഈ റോഡിൽ കാണുന്നത് 40-50 അടി ഹൈറ്റുള്ള തെങ്ങ് തോട്ടങ്ങളാണ് കാണുന്നത്. ഇപ്പുറത്തോട്ട് മാറി പുളിന്തോട്ടങ്ങളാണ് കാണുന്നത്. വാളംപുളിയില്ല, നമ്മുടെ വാളംപുളി കാണുന്നത്. രാമക്കൽമേട് പ്രത്യേകിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളൊന്നാണ് രാമക്കൽമേട്. അത് നമ്മുടെ ഇവിടുത്തെ കാറ്റ് 4 സൈഡിൽ നിന്ന് ഒരേ രീതി കാറ്റ് വീശും. നമുക്ക് ഇവിടുത്തെ കാറ്റ് ദിശയില്ല, 4 സൈഡിൽ നിന്ന് ഒരേ രീതി കാറ്റ് വീശുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സീ ലെവലിൽ നിന്ന് ഒരു 3600 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് മറ്റേ പ്രത്യേകിച്ച് അതൊരു സൂയിസൈഡ് പോയിന്റ് ആണ് അവിടെ. നേരെ നമ്മുടെ ടോപ്പിൽ കാണുന്നത് 2 അടുക്കായിട്ട് കാണുന്നുണ്ടോ? അവിടെ ഒരു 16ഓളം പേര് സൂയിസൈഡ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ലാസ്റ്റ് ആയിട്ട് പ്ലസ് 2 പഠിക്കുന്ന ഒരു പെണ്ണും ചെക്കനോട് 2014 കൈ ഷോള് കെട്ടിട്ട് സൂയിസൈഡ് ചെയ്തേക്കുന്നത് ന്യൂസിലാക്കി. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ആ കല്ല് ഹൈറ്റ് കൂടെ തോന്നുമെങ്കിലും അവിടെ നോക്കുമ്പോൾ ഈ 2 പേരെ കൂടെ ഒരേ ഹൈറ്റിലാണ്. നമുക്ക് മറ്റൊരു പ്രത്യേകം കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നല്ല രീതിയിൽ നേരത്തെ ഒരു 7 ആ റേഞ്ചിൽ നല്ല രീതിയിൽ സൂര്യോദയം കാണാം. ഇവിടെ തന്നെ വൈകിട്ട് സൂര്യ അസ്തമയം ഒരേ സ്പോട്ടിൽ നിന്ന് 2 ഒരേ രീതിയിൽ കാണാൻ പറ്റും. വൈകിട്ട് നമുക്ക് സൂര്യ അസ്തമയം കാണാം, രാവിലെയാണ് നല്ല രീതിയിൽ സൂര്യോദയം കാണാം. ആ കാണുന്നതാണ് കുറയൻകുർത്തി സ്റ്റാച്ചു. അത് കേരളത്തിലെ തന്നെ ചിത്രശില്പങ്ങളിൽ ഏറ്റവും പറ്റും. അത് ഇടുക്കി ഡാമിൽ 2 മലനിരകളെയാണ് കുറവൻമലയും കൊത്തിമലയും എന്ന് പറയുന്നത്. 2 ആദിവാസി മനുഷ്യരെ ഒരു മുനി ശപിച്ച് 2 മലനിരകളാക്കിയതാണ്. നമ്മൾ ഇന്നലെ പോയ സ്ഥലം അങ്ങോട്ട്